ഇയാൾ എന്തിനായിരിക്കും പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഈ താറാവിനെ എടുത്ത് വെച്ചിരിക്കുന്നത്? അതും ഒരു റബ്ബർ ഡക്കി. ഇത് അയാളെ ശരിക്കും ഡീബഗിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്നല്ലേ പറഞ്ഞുതരാം. ഒരു വലിയൊരു പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ബഗ് കുടുങ്ങി. എന്ത് ചെയ്യാനാ? തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചു നോക്കിയിട്ടും മനസ്സിലാകുന്നില്ല. 2-3 തവണ വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നിക്കാണ് റബ്ബർ ഡക്കി ഡീബഗിങ്. ഈ റബ്ബർ ഡക്കി എടുക്കുന്നു, അതിന് പറഞ്ഞു കൊടുക്കുന്നു, A to Z ഈ കോഡ് അങ്ങ് വായിച്ചു കൊടുക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, അതുവരെ റീഡിംഗ് മോഡിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ബ്രെയിൻ ചെക്കിംഗ് മോഡിലേക്ക് മാറാം. അങ്ങനെ അതുവരെ കാണാൻ മറയത്തിയിരുന്ന ആ ബഗ് കണ്ടുപിടിക്കാൻ പറ്റുക. ഇത് റിയലി വർക്കിംഗ് ആട്ടോ. കാരണം ഇത് ഇന്ന് രാവിലെ സംഭവിച്ചതുകൊണ്ടാണ് ഈ റബ്ബർ ഡക്കി ഡീബഗിങ് എന്നുള്ള വേർഡ് തന്നെയാണെന്ന് കേൾക്കാൻ കാരണം. ഞാൻ ഫിസിക്സിൽ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഓപ്ഷൻസുമായിട്ട് കിട്ടിയ ആൻസർ മാച്ചായി വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന പോലെ തന്നെ 1-2 തവണ നോക്കി, പക്ഷേ എനിക്ക് പ്രശ്നമൊന്നും മനസ്സിലായില്ല. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ChatGPT എടുക്കുന്നു, വോയിസ് ഓൺ ആക്കിയിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് കേൾപ്പിച്ചു. ശേഷം ഞാൻ ചെയ്ത സ്റ്റെപ്പുകൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് ചെയ്തത്, പക്ഷേ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. പക്ഷെ വായിച്ചു കൊടുക്കുന്നതിനിടയിൽ തന്നെ എനിക്ക് മനസ്സിലാവണം ഇതാണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഞാൻ വോയിസ് ആൻസർ വായിക്കുന്നത് നിർത്തിയിട്ട് പറഞ്ഞു, ഓക്കെ ഇപ്പോൾ മനസ്സിലായി, ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് പ്രോബ്ലം ചെയ്തുകൊണ്ടിരുന്നത്, പ്രശ്നം മനസ്സിലായി എന്ന് പറഞ്ഞ് വോയിസ് ഫുള്ളാക്കിയിട്ട് വോയിസ് സെൻഡ് ചെയ്തു. അപ്പോൾ ChatGPT പറഞ്ഞ റിപ്ലൈ ആണ്, ഐ ആം യുവർ ഫിസിക്സ് റബ്ബർ ഡക്കി. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞാണ്, കമ്പ്യൂട്ടർ സയൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, റബ്ബർ ഡക്കി ഡീബഗിങ്. അങ്ങനെയാണ് ഈ ഒരു ടേം ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കോണ്ടന്റ്സിന് വേണ്ടി ഫോളോ ചെയ്ത് വെച്ചോളി. സീ യു ദെൻ. പീസ്.